നമസ്കാരം. മിന്നൂസ് ക്യുസീനിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് തേങ്ങയൊന്നും അരയ്ക്കാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രോൺസ് മസാലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ പ്രോൺസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ചെറിയ പീസ് കുടംപുളിയും ഇഞ്ചിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കുടംപുളി ചേർത്തൊന്ന് പ്രോൺസ് വേവിച്ചെടുത്തിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അതിന് അപ്പം വയറിന് ദഹനക്കേട് പോലുള്ള പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യത കുറവായിരിക്കും ഇങ്ങനെ കുടംപുളിയും കൂടെ ചേർത്തായതുകൊണ്ട്. അതിനാണ് നമുക്ക് കുടംപുളി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു പീസ് കുടംപുളി, പിന്നെ കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിരുമ്മിയിട്ട് നമുക്ക് ഇത് ശകലം വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഏകദേശം 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെന്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ പ്രോൺസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മസാല കറി ഉണ്ടാക്കാം. അപ്പം ഈ വെള്ളത്തോട് തന്നെ നമുക്ക് ആ കറിയിലേക്ക് ഒഴിക്കാം. അതുകൊണ്ട് ഈ വെള്ളം വറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പ്രോൺസ് നമുക്ക് സബോളയൊക്കെ വഴറ്റിയിട്ട് ഈ വെള്ളത്തോടെ തന്നെ നമുക്ക് ഒഴിച്ച് കറിയാക്കാം. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ പ്രോൺസ് മാറ്റി വെച്ചു. ഞാൻ ആ ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിനകത്തേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇഞ്ചി എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്, എന്നാലും ശകലം ഇഞ്ചിയും കൂടെ ചേർക്കണം. ഇഞ്ചിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 3 പച്ചമുളകും കൂടെ നമുക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. പ്രോൺസിനൊക്കെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് സബോളയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിനു മുമ്പ് ഞാനൊരു പ്രോൺസ് പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതും സെയിം രീതിയിൽ തന്നെ ഇതുപോലെ കുടംപുളിയൊക്കെ ചേർത്ത് വേവിച്ചിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ടൊമാറ്റോ ചേർക്കത്തില്ല. പക്ഷേ ഞാൻ ഈ മസാലക്കറിക്കകത്ത് ടൊമാറ്റോ ഒക്കെ ചേർത്ത് ഒരു കറിയായിട്ടാണ് വെക്കുന്നത്. അതിനകത്ത് ഞാൻ ടൊമാറ്റോ ഒന്നും ചേർക്കത്തില്ല. കുടംപുളിയുടെ പുളി മാത്രമേ എടുക്കത്തുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന്
പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കാം. ഇപ്പം നമ്മുടെ പ്രോൺസ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. പ്രോൺസ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താണ്, പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കൊന്ന് ഉപ്പ് ചേർക്കാം. ഒരു ശക്കല ഉപ്പിൻ്റെയും കൂടെ കുറവുണ്ട് ടേസ്റ്റ് ചെയ്തപ്പം. അപ്പം നമുക്കിനി ഓഫ് ചെയ്യാം. അതിനു മുമ്പ് ഒരു ശക്കലം നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ, കാരണം ഇപ്പം ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കുരുമുളക് പൊടി അവസാനം ശകലം കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് മസാലക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന കുടംപുളി ഞാനങ്ങ് എടുത്തു മാറ്റും. കുറച്ച് കഴിയുമ്പോഴത്തേനും കുറേ നേരം ഇട്ട് വെച്ചുകൊണ്ടിരിക്കത്തില്ല. കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേനും എടുത്തങ്ങ് മാറ്റും. പിന്നെ ഇത് നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് പുട്ടിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയാണ് പ്രോൺസിൻ്റെ. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇനി വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.